വർഗീയവാദിയായ ഷാഫി പറമ്പിൽ എങ്ങനെയാണ് BJP ആയിട്ട് ഡീലുണ്ടാക്കുന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ്? ഇപ്പോൾ ഷാഫി പറമ്പിൽ ഒരു വർഗീയവാദിയാണെങ്കിൽ BJP അവരുമായിട്ട് ഡീൽ ഉണ്ടാക്കുമോ? ഒരു മുസ്ലിം വർഗീയ രാഷ്ട്രീയ നേതാവുമായിട്ട് BJP ഡീൽ ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടും ഇപ്പോൾ കോലീബി സഖ്യം എന്ന് പറയുന്ന ആ സഖ്യം ഉണ്ടാകും. കാരണം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് BJPക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ. ഇത് അങ്ങനെയല്ല. ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ് എന്നിരിക്കുക എങ്ങനെയാണ് BJP അവരുമായിട്ട് ഡീൽ ഉണ്ടാക്കുക? ആ ഡീൽ എങ്ങനെയാണ് വർക്കൗട്ടാവുക എങ്ങനെയാണ്? അപ്പോൾ CPMന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വർഗീയവാദിയാണ് ഷാഫി പറമ്പിലെങ്കിൽ BJP പ്രവർത്തകർക്ക് ഷാഫി പറമ്പിൽ സ്വീകാര്യനാവുമോ? അതിനൊരു ലോജിക്കില്ലല്ലോ. അപ്പോൾ അത് കേവലമായ ഞാൻ മുമ്പ് പറഞ്ഞ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയുള്ള കേവലമായ ആരോപണം മാത്രമാണ്. അപ്പോൾ വടകരയിൽ BJPയിൽ ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ? വടകരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള പ്രഫുൽ കൃഷ്ണ പ്രഫുൽ കൃഷ്ണ സ്വീകരിച്ച നടപടികളിൽ എതിർപ്പുള്ള കുറച്ചധികം ആളുകൾ റബലായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു. അതിലൊരാളുടെ പാത്രി തള്ളിപ്പോയി, ഒരാൾ പിൻവലിഞ്ഞു. അതേ തുടർന്ന് അവർക്കെതിരെ നടപടിയെടുക്കുന്നു. ആ നടപടിയെടുത്ത് പുറത്തു വന്നവർ ഉന്നയിച്ച ആരോപണമാണ് പ്രഫുൽ കൃഷ്ണ UDFന് ഫേവറായിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതെന്ന്. UDFന് ഫേവറായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയതാണ് അവരുടെ ആരോപണം. അപ്പോൾ അത് ആ പാർട്ടിക്കകത്ത് എന്താണ് പറയുക, സാധുവായ ഒരു ആരോപണമാണ്. കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി നിർത്തിയെങ്കിൽ UDFന് ഫേവർ ആവില്ലായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർത്തിയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? UDF വിജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളൊരു സാധുവായിട്ടുള്ള ഒരു ആരോപണമാണ് ആ പാർട്ടിക്കകത്ത്. ആ ഒരു ആരോപണത്തെ പിക്ക് ചെയ്തിട്ടാണ് ഗോവിന്ദ മാസ്റ്റർ എന്ത് ചെയ്യുന്നത്? അത് UDF BJP ഡീലാണെന്ന് ആരോപിക്കുന്നത്. പക്ഷെ അത് കേവലം ദുർബലമായൊരു വാദമാണ്. എന്ന് മാത്രവുമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF LDFനെതിരെ ഉന്നയിച്ചിട്ടുള്ള CPM BJP ഡീൽ എന്ന ആരോപണത്തെ കൗണ്ടർ ചെയ്യാൻ തക്ക ശക്തിയുള്ളൊരു ആരോപണമല്ല ഇത്. ഇപ്പോൾ ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ LDFനും CPMനും ഒരു കാര്യം സെക്യൂർ ആക്കാൻ പറ്റും. ഒരുപക്ഷെ നാദാപുരത്തോ കൊയിലാണ്ടിയിലോ വടകരയിലോ ഉണ്ടാകുന്ന തോൽവിയെ ഈ ഡീലിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നൊരാരോപണത്തിന് ന്യായീകരിക്കാൻ കഴിയും. തോക്കുമെന്ന് നമുക്കറിയില്ല. തോറ്റുപോയാൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്നൊരു ധ്വനി ഉയർത്തുകയും ഷാഫിക്കെതിരെ കൂടുതൽ ശക്തമായിട്ട് BJP ഡീൽ എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും ഉന്നയിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്.